രോഹിത്തിനോട് ഹരി വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ നീ അവളെ വെറുതെ വിടരുത്. ഇപ്പൊ നിനക്ക് കിട്ടിയ ചാൻസാ, എങ്ങനെയെങ്കിലും അത് മുതലെടുത്തോണം. രോഹി പറയാണ്, നിനക്കെന്താ വട്ടായോ? ഇനിയും അച്ഛൻ്റെ കയ്യിലും അമ്മയുടെയും തല്ലുകൊള്ളാന് എനിക്ക് വയ്യ. ഇവരുടെയൊക്കെ മുമ്പിൽ ഒരു റേപ്പിസ്റ്റ് ആയിട്ട് കൂടിയാ ഞാൻ നടന്നത്. നീ ഒറ്റൊരുത്തം കാരണമാ എല്ലാം. നീ എന്തിനാ എന്റെ മേലെ പഴിചേർന്നത്? നീയും കൂടെ കൂടിയിട്ടല്ലേ എല്ലാം ചെയ്തത്. എങ്കിലും നീയല്ലേ പറഞ്ഞ് എന്നെ പിടികയറ്റിയത്. എനിക്കിനി വയ്യ. എടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? നമ്മൾ എന്തുമാത്രം ആഗ്രഹിച്ചതാ. ഇപ്പോഴേ നിന്റെ അമ്മ വീട്ടിലില്ല, അച്ഛനാണെങ്കിലോ ഹോസ്പിറ്റലും കടയിലുമായിട്ട് നടക്കാണ്. കൃഷ്ണയും ബബിതയും ഒന്നുമില്ല, മുത്തശ്ശി പോലും ഇല്ല. ഈ സമയമേ നമുക്ക് പറ്റിയ സമയമാണ് എന്ന് പറയുന്നുണ്ട്. രോഹി പറയാണ്, എനിക്ക് പേടിയാ. എന്തായാലും നീ ഇങ്ങോട്ടൊന്നും വരണ്ട, ഞാൻ കോളേജിൽ പോവാ. പിന്നെ ഇവിടെ അവള് മാത്രമുള്ളെന്ന് നീ വിചാരിക്കൊന്നും വേണ്ട. ഏത് നിമിഷവും അച്ഛനും ആരെങ്കിലും ഒക്കെ കയറി വരും. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോണം. നീ എടുത്തിയാടി ഇങ്ങോട്ടൊന്ന് വരാൻ നിൽക്കണ്ട. എടാ ഞാനല്ല, നീ ചെയ്താൽ മതി. നമ്മളിൽ ഒരാളെങ്കിലും ആ ആഗ്രഹം അങ്ങ് സാധിക്കണം. അവളുടെ അഹങ്കാരം അങ്ങ് കുറച്ചു കൊടുക്കണം. അന്ന് അവൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. അതിന്റെ പേരും പറഞ്ഞ് അവളെ എല്ലാവരോടും പറഞ്ഞ് നമ്മളെ നാണം കെടുത്തിയില്ലേ. എന്നെ മനുവായിട്ടും തല്ലിച്ചതച്ചു, നിന്നെ നിന്റെ അമ്മയും അച്ഛനൊക്കെ അടിച്ചില്ലേ. അതിനെല്ലാം പ്രതികാരം ചെയ്യണം. അവൾ ഒരിക്കലും അവിടെ അങ്ങനെ വാഴണ്ട. നിന്റെ അച്ഛന്റെ സ്വന്തം മകളാണെന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കാർക്കും അതൊന്നും വിശ്വാസം വരുന്നില്ല. എനിക്ക് ഉറപ്പാടാ ഇത് നിന്റെ അച്ഛന്റെ സെറ്റപ്പ് തന്നെയാ. ഇപ്പോ മകളാണെന്ന് പറഞ്ഞാ എല്ലാരും വിശ്വസിച്ചോളുമല്ലോ. ആർക്കും പിന്നെ വേറൊന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് ഇവര് മനഃപൂർവ്വം ചെയ്യുന്നതാ. നീ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം എന്ന് പറയുമ്പോ രോഹി പറയാണ്, എന്തോ എനിക്കറിഞ്ഞൂടാ, ഞാൻ എന്നാലും കോളേജിലേക്ക് പോവാ എന്ന് പറയുന്നുണ്ട്. എടാ ഇതുപോലൊരു ഗോൾഡൻ ചാൻസ് നിനക്കിനി കിട്ടില്ല. നിനക്ക് റേപ്പ് ചെയ്യാൻ വയ്യെങ്കിൽ വേണ്ട, അവളെ അടിച്ചൊതുക്കിയൊരു മൂലക്കിടടാ. നീയാണെന്ന് അറിയണ്ട. എടാ ഞാനാണെന്നറിയാതെ അവളെ ഞാൻ എങ്ങനെ ഒഴിവാക്കാനാ, എങ്ങനെ ഉപദ്രവിക്കാനാ? അച്ഛൻ അറിഞ്ഞാലേ എന്നെ കൊന്നു കളയും. എടാ അതാ ഞാൻ പറഞ്ഞത്, അച്ഛനൊന്നും അറിയണ്ട. നീ എങ്ങനെയെങ്കിലും ശരിപ്പെടുത്താൻ നോക്കടാ. ശരി ഞാനൊന്ന് നോക്കട്ടെ, നീ ഫോൺ വെക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് രോഹിയാണെങ്കിൽ പതിയെ അവന്റെ മുറിയിൽ നിന്നും താഴേക്ക് വരികയാണ്. ബബിതയും അതുപോലെ കൃഷ്ണമോളും അച്ഛനും ഒക്കെ പോയി കഴിഞ്ഞുട്ടോ. ഇതേ സമയം വൈദ്യ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഇവനാണെങ്കിൽ പമ്മി ഒന്ന് നോക്കുമ്പം അവൾ അടുക്കളയിൽ ഓരോ ജോലിയായിരിക്കും. പെട്ടെന്നാണ് ഹാളിലിരുന്ന അവളുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ ഫോൺ എടുക്കാൻ വരുന്ന കണ്ടുകൊണ്ട് രോഹി കയറി മോൾട്ട് നിലയിലേക്ക് ഓടിപ്പോന്നുണ്ട്. ഫോൺ വിളിക്കുന്നതാണെങ്കിലോ മനു ആയിരിക്കും കേട്ടോ. എന്തെടുക്കാ? ജോലി തിരക്കിലാണോ? പിന്നല്ലാതെ, എനിക്കിതല്ലാതെ വേറെന്താ ജോലി? അടുക്കളയിലെ ജോലിയായിരുന്നു. ഉച്ചയ്ക്കുള്ള ഊണിനുള്ള പരിപാടിയില്ല. ശരിക്കും നീ ഇപ്പൊ ഒരു ജോലിക്കാരി തന്നെയല്ലേ? സ്വന്തം വീട്ടിലെ ജോലി ചെയ്യുന്നതിന് ജോലിക്കാരിന്ന് ആരെങ്കിലും പറയുമോ മനുവേട്ടാ? ഇപ്പൊ മനുവേട്ടനാണെങ്കിലും ഒരു വീട്ടിൽ പോയി നിന്നാല് ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ സ്വന്തം ഒരു വീടെടുത്താലും ജോലി ചെയ്യണ്ടേ? നമ്മളോ? അപ്പൊ നമ്മള് സ്വന്തമായിട്ട് വീടൊക്കെ എടുക്കുമല്ലേ? അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. മനസ്സിലായി. ഒറ്റയ്ക്കേ ഉള്ളല്ലേ? ഒറ്റയ്ക്കുള്ളപ്പോ ഒരു ബുദ്ധിമുട്ടും തോന്നില്ലേ? എന്നെ ഒന്ന് ഫോൺ വിളിച്ചെങ്കിൽ ഒരു കൂട്ടാവത്തില്ലായിരുന്നോ? അലീന പറയാണ്, ഫോൺ വിളിച്ചോണ്ടിരുന്നാലേ എന്റെ ജോലി ഒന്നും നടക്കില്ല. അതുകൊണ്ടാ ഞാൻ വിളിക്കാഞ്ഞേ. ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തെ വിളിക്കാന്ന് കരുതി. എന്നാ വീഡിയോ കോൾ വിളിക്ക്. ഞാന് വീഡിയോ കോളിൽ വരാം, നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാമല്ലോ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. സമയം 11 മണിയായി. 1 മണിയാകുമ്പോഴേക്കും ഫുഡ് റെഡിയാവണം. അച്ഛൻ വരും. പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തു വിടണമെന്നും അറിയില്ല. എന്തായാലും ഞാനല്ലേ റെഡിയാക്കി വെക്കാം. എല്ലാവരും പോയോ? കൃഷ്ണയും ബബിതയും എല്ലാരും പോയോ? കൃഷ്ണയും ബബിതയൊക്കെ പോയി. രോഹിത് ഇതുവരെ പോയിട്ടില്ല. അതെന്താവും പോവാഞ്ഞേ? 11 മണിയായല്ലോ, കോളേജിൽ പോകാനുള്ള സമയമായല്ലോ. അതറിയില്ല മനുവേട്ടാ. എന്തായാലും രോഹി പോയിട്ടില്ല. നീ ഒന്ന് സൂക്ഷിച്ചേരെ. നീ അവന്റെ സ്വന്തം ചേച്ചിയാണെന്നൊന്നും അവനറിയില്ലല്ലോ. അവന്റെ കണ്ണ് ഇപ്പോഴും നീ ഒരു ജോലിക്കാരി തന്നെയാ. അവന്റെ അച്ഛന്റെ മകളാണെന്നൊന്നും അവൻ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്നെ പെങ്ങളായിട്ട് അവൻ അംഗീകരിച്ചിട്ടുമില്ല. പിന്നെ എന്റെ അനിയനുണ്ടല്ലോ ഒരു ഹരി, അവനെപ്പോലെ ഒരു വൃത്തിയോടനാണല്ലോ ഇവന്റെ കൂട്ടുകാരൻ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ചെറുക്കൻ വഴിവഴിപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാ. നീ ഒന്ന് സൂക്ഷിക്കണേ എന്ന് പറയാണ്. ശരി മനുവേട്ടാ. അപ്പോഴേക്കും കുക്കർ വിസിലടിക്കാണ്. എന്നാൽ ശരി, കുക്കർ വിസിലടിച്ചു, ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാണ്. മനു ആണെങ്കിലോ ഇങ്ങനെ എറണാകുളത്തു നിന്ന് പകുതി വഴിക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയത്താണ് അലീനെ വിളിക്കുന്നത്. അവന്റെ മനസ്സിൽ പറയുന്നുണ്ട്, എന്തോ ഒരു അപകടം മണക്കുന്നല്ലോ. അന്നത്തെ പോലെ ഹരിയും രോഹിയും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ അലീനെ ഉപദ്രവിക്കാനായിട്ട് എന്നൊക്കെ അവൻ ഓർത്ത് മനസ്സ് വിഷമിക്കാണ്.
കമലയെ വിളിച്ചിട്ട് ഹരി എവിടെ ചോദിക്കുമ്പോൾ അവൻ കോളേജിലേക്ക് പോയി എന്ന് പറയാണ്. എപ്പോഴാ പോയെ? അരമണിക്കൂറായുള്ളൂ. 10:30 ആകുമ്പോഴാണോ അവൻ കോളേജിലേക്ക് പോകുന്നത്? ആ, എനിക്ക് അറിഞ്ഞൂടാ, ഞാനങ്ങ് ചോദിക്കാൻ നിന്നില്ല. അമ്മ ചോദിക്കണ്ട, മോൻ എങ്ങോട്ടാ പോണത് വരുന്നത് ഒന്നും അമ്മ അറിയണ്ട. അമ്മ ഇങ്ങനെ പരദൂഷണവും ഏഷണയും കുത്തിരിപ്പുമായിട്ട് നടന്നാ മതി. അമ്മയ്ക്കതേ പറഞ്ഞിട്ടുള്ളൂ. നീ എന്തിനാണോ ഇപ്പൊ വിളിച്ചത്? എന്നെ വഴക്കുണ്ടാക്കാനാണോ? ഞാൻ കാര്യം പറഞ്ഞേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ട് ഫോണ് വെക്കുകയാണ്. അപ്പോൾ ഹരിയും താമസിച്ചാണ് ഇറങ്ങിയത്. അത് ഓർക്കുമ്പോൾ അവന് നല്ല പേടിയുണ്ട് കേട്ടോ. അവൻ പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ സ്പീഡ് കൂട്ടുകയാണ്. അവൻ അങ്ങോട്ടേക്ക് വരാൻ, നെടുമ്പുരയ്ക്ക് വരാൻ വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അലീനയാണെങ്കിൽ അടുക്കളയിൽ അങ്ങനെ ഓരോ ജോലിയിൽ വീണ്ടും മുഴുകാണ്. ഈ സമയത്ത് രോഹിയാണെങ്കിൽ പമ്മി വന്നിട്ട് അവളെ നോക്കുന്നുണ്ട്. അവൾ അടുക്കളയിൽ തന്നെ ആയിരിക്കും കേട്ടോ. തിരിച്ചവൻ കയറിപ്പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഹരി രോഹിത്തിന്റെ ഫോണിലേക്ക് വിളിക്കാണ്. എടാ, എന്തായ കാര്യങ്ങളൊക്കെ? എന്തെങ്കിലും നീക്കുപോക്കുണ്ടായോ? നീ ഒന്ന് പോടാ, എന്റെ കൈയും കാലിലും വിറയ്ക്കുന്നു. എന്നാ ഞാനൂടെ അങ്ങോട്ട് വരട്ടെ? വേണ്ട, നീ വരണ്ട. ഞാൻ തന്നെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്തോളാം. നീയും കൂടെ വന്നാലേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണെന്നേ പറയുള്ളൂ. അവൾ എവിടെയാടാ? അടുക്കള നിപ്പുണ്ട്. എടാ, അത് തന്നെ പറ്റിയ സ്ഥലം. പോയി അവളെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യടാ. അവിടെ പാനും അതുപോലെ സോസ്പാനും ഒക്കെ ഉണ്ടല്ലോ, എടുത്തവളുടെ തലമണ്ടക്കെട്ട് കൊടുക്ക്. അവള് കാരണം നമ്മൾ കുറെ നാണം കെട്ടതാ. അവളിനി ജീവനോടെ ഇരിക്കണ്ട. കുറെ കാലം അവള് ഹോസ്പിറ്റലിൽ കിടക്കട്ടെ. നിന്റെ അമ്മയെ ഹോസ്പിറ്റലാക്കിയതിന് ഒറ്റ കാരണക്കാരി അവളാ. നിന്റെ കുടുംബം നശിക്കാനും എല്ലാരും പല വഴിക്കാവാനും അച്ഛനമ്മ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ കാരണക്കാരി അവളാ. അവിടെയുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്ത് അവളെ അങ്ങ് കൊല്ലടാ. നിനക്കങ്ങനെ പറയാം. എന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യ. അവളെ കാണുമ്പോൾ തന്നെ പേടിയാവുക. അന്നത്തെ സംഭവം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. എടാ, അങ്ങനെ ചെയ്താൽ വളരെ നല്ലത്. അവളെ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിലേ നീ കേസിന് ഊരിപ്പോവാലോ എന്ന് പറയുമ്പോൾ നീ ഒന്ന് വെച്ചിട്ട് പോയേ, എന്നെ വിറയ്ക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഫോണ് കട്ടാക്കാണ്. അപ്പോഴാണ് അലീനയ്ക്ക് മനു പറഞ്ഞ ആ കാര്യം ഓർമ്മ വരുന്നത്. രോഹിത്തിനെയും ഹരിനെയും സൂക്ഷിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അവള് പോയിട്ട് ഫ്രണ്ട് ഡോർ തുറന്ന് നോക്കാണ് ഹരി എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന്. അന്നാണെങ്കിലോ പതിയെ ആരും കാണാതെ ഹരി മുകളിലത്തെ മുറി ഒന്ന് ഒളിച്ചിരിക്കുകയാണല്ലോ. അവക്ക് നല്ല പേടിയാവുന്നുണ്ട്. രോഹിത്ത് കുറെ നേരം കൊണ്ട് മുറി തന്നെ ഇരുന്ന് ഫോൺ വിളിയാണ്. അത് കേൾക്കുമ്പോൾ അവക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അവൾ അടുക്കളയിലെ പാചകമൊക്കെ മതിയാക്കാണ്. എല്ലാം നിർത്തിവെച്ച് അവളെ ക്ലീൻ ചെയ്തിട്ട് അവളുടെ മുറിയിലേക്ക് കയറി കഥ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിലോ പേടിച്ചിരുന്നിട്ട് അവന്റെ റൂമിൽ എന്താ നടക്കുന്നതെന്ന് പതിയെ ചെവിയോർക്കാണ്. ഈ സമയം രോഹി പതിയെ താഴേക്ക് ഇറങ്ങി വന്ന് അടുക്കളയിലെല്ലാം തന്നെ നോക്കുകയാണ്. പക്ഷെ അലീനെ കാണുന്നില്ല. അവൻ പുറത്തേക്ക് എങ്ങാനും പോയെന്നും പറഞ്ഞ് അവിടെ എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. ഈ സമയം അലീനാണെങ്കിൽ പതിയെ അവളുടെ കതക് തുറന്ന് ഒളിഞ്ഞു നോക്കുമ്പം രോഹിത്ത് അവളെ അന്വേഷിക്കുന്നതായിട്ട് ഇവളെ കാണുന്നുണ്ട്. അത് കാണുമ്പം ഒന്നുകൂടി ഇവക്ക് പേടിയാവാണ് കേട്ടോ. ആ സമയം മനു അവളുടെ ഫോണിലേക്ക് വീണ്ടും വിളിക്കുകയാണ്. അലീന, നീ എവിടെയാ? എന്തെടുക്കാൻ ചോദിക്കുമ്പം ഞാന് മുറിയിലാ മനുവേട്ട. അല്ല, പാചകമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞില്ല, ഞാൻ മുറിയിലോട്ട് കയറി. അതെന്ത് പറ്റി? അല്ല, മനുവേട്ടൻ പറഞ്ഞ കാര്യം അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. രോഹി ഇവിടെ ഉണ്ടല്ലോ. ഞാൻ സ്വന്തം പെങ്ങളാണെന്നുള്ള കാര്യമൊന്നും അവന് അറിയില്ലല്ലോ. കുറെ നേരം കൊണ്ട് അവൻ ആരെയോ ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കണ്ടപ്പോ എനിക്കൊരു പേടി പോലെ. ആ ഹരി ഇപ്പോഴും അതൊന്നും മറന്നു കാണില്ല. എങ്ങനെയെങ്കിലും എന്നെ ഉപദ്രവിക്കണം, എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം എന്നാണല്ലോ ഇവരുടെയൊക്കെ ചിന്ത. എന്ത് ചെയ്യാനും മടിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുറി പൂട്ടി അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നാ മതി, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. മനുവേട്ടൻ ഇങ്ങോട്ട് എന്തിനാ വരുന്നത്? അതൊക്കെയുണ്ട്. നിന്റെ ശബ്ദത്തില് എന്റെ വ്യത്യാസം തോന്നിയപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചതാ അങ്ങോട്ട് വരാന്ന്. വേറെ ആവശ്യത്തിനായിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിന്നെ വിളിച്ചത്. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കാണ്. അവൾ പതിയെ റൂമിന്റെ കഥ അടയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് അവന് മനസ്സിലാവാണ് അവള് മുറി കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോ ഹരിയെ വിളിച്ചിട്ട് അവൻ പറയുന്നുണ്ട് അവൾക്ക് എന്തൊക്കെയോ സ്മെല്ല് ചെയ്തെന്ന് തോന്നുന്നു. അവള് മുറിയിൽ കയറി കഥ അടച്ചിരിക്കുക. എടാ, എങ്ങനെയെങ്കിലും അവളെ പുറത്തിറക്കണോടാ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞാല് അവളെ കഥ തുറക്കാൻ തോന്നുന്നുണ്ടോ? അവൾക്ക് കാര്യം മനസ്സിലായാലേ ചിലപ്പം അകത്തു നല്ല കത്തിയെടുത്തോണ്ടായിരിക്കും ഇറങ്ങി വരിക. എന്നെ ആയിരിക്കും കുത്തി കൊല്ലാൻ പോണത്. എടാ, നീ അങ്ങനെയൊന്നും കരുതണ്ട. അതൊന്നും ഉണ്ടാവില്ല. നിനക്കെന്തെങ്കിലും അപകടം പറ്റിയതുപോലെ നീ അങ്ങോട്ട് അഭിനയിക്ക്. അപ്പൊ അവൾ ഇറങ്ങി വരും. വരുവോടാ? ഞാൻ എന്ത് അഭിനയിക്കാനാ?
എന്നും പറഞ്ഞ് അടുക്കളയിൽ പോയി നിന്ന് ഫ്രിഡ്ജിന് പുറകെ നിന്ന് പതുങ്ങി വിളിക്കുകയാണ് കേട്ടോ. നീ പോയി നോക്ക്, എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കടാ. ഇന്നത്തോടെ അവളുടെ കഥ അവസാനിപ്പിക്കണം. അവള് വാ തുറന്ന് ഒരാളോടും എന്താ പറ്റിയെന്ന് പോലും മിണ്ടരുത്. റേപ്പ് ചെയ്താലല്ലേ കുഴപ്പമുള്ളൂ, അല്ലാതെ അവളെ അടിച്ചൊതുക്കിയാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആ കേസ് വേറെ, ഈ കേസ് വേറെ. അവളുടെ കൈയും കാലും തല്ലി ഒടിച്ചു എന്നറിയുമ്പോൾ നിന്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ സന്തോഷമാവുള്ളൂ. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുമ്പോട്ട് പോടാ എന്ന് പറയുന്നുണ്ട്. അടുക്കളയിൽ പോയിട്ട് അവൻ ആലോചിക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് ഒരു കുപ്പി ഗ്ലാസ് എടുക്കുകയാണ്. പതിയെ കുപ്പി ഗ്ലാസ് തറയിൽ വീണ് പൊട്ടുന്ന പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അലിനെ ശ്രദ്ധിക്കുകയാണ്. ആന്നും പറഞ്ഞുകൊണ്ട് രോഹി കാറ് കാണും കേട്ടോ. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അലിൻ ഡോർ തുറക്കാൻ പോകുമ്പം അവളൊന്ന് പേടിക്കുകയാണ്. അപ്പോഴേക്കും എന്നും പറഞ്ഞ് വീണ്ടും അവൻ കാറുന്നുണ്ട്. പെട്ടെന്ന് അലിന ഡോറും തുറന്ന് ഫോൺ അവിടെ വെച്ചിട്ട് ഇറങ്ങി ഓടി വരുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം കുപ്പി ഗ്ലാസ് ഒക്കെ ഇവിടെയാണോ കൊണ്ട് വെക്കേണ്ടത്? ഞാൻ വെള്ളം കുടിക്കാൻ ഇറങ്ങി വന്നതാ. ദേ ആ തട്ടി താഴെ വീണു, എന്റെ കാല് മുറിഞ്ഞു, ചോര വരുന്നു എന്ന് പറയാണ്. അയ്യോ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഓടി വരുന്നുണ്ട്. നോക്കുമ്പോൾ അവന്റെ കാലില് ഒരു പീസ് കൊണ്ട് ചോര വരുന്നുണ്ട് കേട്ടോ. മനഃപൂർവ്വം അവൻ ചവിട്ടിയതാണ് അവൾ വിശ്വസിക്കാനായിട്ട്. ഇങ്ങനെ കാണിക്ക്, സെപ്റ്റിക് ആകും, ഞാൻ അത് റിമൂവ് ചെയ്ത് തരാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കാലിലെ കുപ്പിച്ചില് എടുക്കുകയാണ് കേട്ടോ. എടുത്തു മാറ്റിയിട്ട് ഞാൻ തുണി വെച്ച് കെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് അവളെ പിന്നോട്ടിങ്ങനെ പോകുന്ന സമയത്ത് അവൻ അവളെ കയറി പിടിക്കുകയാണ്. അവളുടെ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട്. രോഹിത്തെ എന്താ കാണിക്കുന്നേ, വിടുക എന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് വാടി, നീ കാരണമാണ് എൻ്റെ അമ്മയച്ഛനും ഇന്ന് ഈ അവസ്ഥയിലായത്. എൻ്റെ അമ്മ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത് നീ ഒറ്റ എഴുത്തിയാ. എൻ്റെ കുടുംബം തകരാൻ കാരണക്കാരിയും നീയാ. എല്ലാവരും അടിയും പ്രശ്നം ഉണ്ടാക്കി എൻ്റെ ജീവിതം തകർത്തത് നീ ഒറ്റ എഴുത്തിയാ. എൻ്റെ അമ്മയുടെ പെങ്ങന്മാരുടെ മുമ്പില് ഞാൻ നാണം കെട്ടത് കാരണക്കാരി നീയാ. അങ്ങനെ നീ ഇപ്പോ സുഖിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുടിക്കുത്തിന് പിടിച്ച് അവനാണെങ്കിലോ തള്ളി വിടുന്നുണ്ട്. പോയിട്ട് കബോർഡിൽ പോയിട്ട് അവളുടെ നെറ്റിയിടിച്ച് ചോര വരുന്നുണ്ട്. അവളിങ്ങനെ കൈ വെച്ച് തല അറന്നു നിൽക്കുമ്പോഴേക്കും അവനടുത്തേക്ക് വന്നിട്ട് നിന്നെ റേപ്പ് ചെയ്യാനുള്ള പ്രശ്നമുള്ളൂ. എൻ്റെ അച്ഛൻ്റെ മകളാന്നല്ലേ പറഞ്ഞത്, അങ്ങനെയാകുമ്പോൾ നീ എൻ്റെ പെങ്ങളായിട്ടൊക്കെ വരുമായിരിക്കും. പക്ഷേ ഞാനൊന്നും വിശ്വസിക്കുന്നില്ലടി. എനിക്ക് ഉറപ്പാ നീ എൻ്റെ അച്ഛൻ്റെ സെറ്റപ്പ് തന്നെയാ. എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നീ മനഃപൂർവ്വം പറയുന്നതാ. എൻ്റെ അച്ഛൻ്റെ മകളാണെന്നൊക്കെ എനിക്കറിയാം. നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന്. എൻ്റെ അച്ഛന് അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് ഞാൻ ഉറപ്പാടി. നീ ഒറ്റ ഒരുത്തി കാരണമാ എല്ലാം നശിച്ചത്. രോഹി, ഞാൻ പറഞ്ഞത് കേക്ക്, നീ കാണിക്കുന്നത് അബദ്ധമാണ്. നീ ദയവ് ചെയ്ത് അടങ്ങി നിൽക്ക്. നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന് നിനക്കറിയില്ല. ആ ഹരി നിന്നെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുക, നിന്നെ അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നീ അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഞാൻ തെറ്റുകാരിയല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മതിയടി, നിർത്തടി നിന്റെ അഹങ്കാരം എന്നും പറഞ്ഞ് വീണ്ടും അവളുടെ മുടുക്കത്തിന് പിടിച്ച് അവനിങ്ങനെ തറയിലോട്ട് തള്ളിയിടുന്നുണ്ട് കേട്ടോ. അവള് തറയിലോട്ട് പോയി അടിച്ച് വീഴുകയാണ്. അവളുടെ വലത്തെ കൈ പോയിട്ട് ഇരിക്കുന്നുണ്ട്. ആന്നും പറഞ്ഞ് അവളെ കരഞ്ഞുകൊണ്ട് ആ കയ്യും പൊത്തിക്കൊണ്ട് എണീക്കുമ്പോഴേക്ക് അവിടെ കിടക്കടി മര്യാദയ്ക്ക്. നീ ഇനി ജീവിതകാലത്ത് എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, നീ ഇങ്ങനെ തന്നെ കിടക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവൻ പോയിട്ട് വലിയൊരു വടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് അലീന പതിയെ അവിടെ നിന്ന് നിറങ്ങി ഹാളിലേക്ക് ഫോൺ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് കൃത്യം നമ്മുടെ മനുവേട്ടൻ എത്തുകയാണ്. അങ്ങനെ മനു വന്ന് ഡോറ് തുറക്കാണ്. അലീന എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോഴേക്കും രോഹി ശരിക്കും പേടിക്കുകയാണ് കേട്ടോ. അലീന എന്ന് വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് കയറി വരുന്ന മനു കാണുന്നത് വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രോഹിയും തറയിൽ വീണ് കിടക്കുന്ന അലീനയാണ്. മനുവേട്ട എന്ന് അലീന ഒരു വല്ലാത്തൊരു വിളിക്കാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്കും അതുപോലെ തന്നെ മനുവിനും വല്ലാത്ത വിഷമാവുന്നുണ്ട്. ഇടാ എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് രോഹിത്തിനെ പിടിച്ച് അടിക്കുകയാണ് കേട്ടോ മനുവേട്ട അടിക്കല്ലേന്ന് പറഞ്ഞ് അലീന പതിയെ അവിടുന്ന് എഴുന്നേക്കുന്നുണ്ട്. അവനെ അടിക്കാതെ അവനെ വിട് എന്ന് പറയാണ്. ഇവനെ എന്താ ചെയ്യേണ്ട അലീന എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ കവളത്ത് ആഞ്ഞടിക്കുകയാണ്. അവൻ ഓടാൻ ശ്രമിക്കുമ്പം അവന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് സെറ്റിയെ പിടിച്ചിരുത്തുന്നു കേട്ടോ മനു. എന്നിട്ട് അലീന പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് പതിയെ. എന്നിട്ട് സെറ്റിലോട്ട് എടുത്തിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ അലീന, തലേന്നൊക്കെ ബ്ലഡ് വരുന്നല്ലോ എന്ന് പറയാണ്. മര്യാദയ്ക്ക് പോയി ഫസ്റ്റ് എയ്ഡ് എടുത്തോണ്ട് വാടാ എന്നും പറഞ്ഞ് മനുവിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. രോഹിത്തിനെ പറഞ്ഞിടാണ് മനു. രോഹിത്ത് പോയിട്ട് ഒരു ബോക്സുമായിട്ട് വരികയാണ്. നിനക്കിട്ടുള്ളത് ഞാൻ തരാം, 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ് എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ തലയെല്ലാം ക്ലീൻ ചെയ്ത് അവിടെ ബാൻഡേജ് ഇട്ട് കൊടുക്കുകയാണ്. കൈക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം കൈക്ക് നല്ല വേദനയുണ്ട്, സ്ക്രാച്ച് പൊട്ടലുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയാണ്. നീയൊക്കെ എന്ത് ദ്രോഹമാടാ ഇവളോട് ചെയ്യുന്നത്?
അതിനുവേണ്ടി മാത്രം ഇവള് നിന്നോടൊക്കെ എന്താ ചെയ്തത് എന്ന് ചോദിക്കാണ്. എന്താ ചെയ്തെന്ന് മനുവേട്ടൻ അറിയില്ലേ? ഇവള് വന്ന് കേറിയപ്പോ തുടങ്ങിയതാ ഈ വീട്ടിലെ പ്രശ്നങ്ങള്. എന്റെ അമ്മ മരിക്കാറായി കിടക്ക. ഒരു സെക്കൻഡ് വൈകിയെന്നെങ്കിൽ മരിച്ചു പോയേനെ. എന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ഡിവോഴ്സിന്റെ വക്കില. ഞങ്ങളെ കുടുംബം തന്നെ നശിച്ചു പോയില്ലേ? ഇത്രയും കാലം എന്റെ സന്തോഷമായിരുന്നു ഞങ്ങളുടെ വീട്ടിനുള്ളില്. അതെല്ലാം നശിക്കാൻ കാരണക്കാരി ഇവൾ ഒറ്റ എഴുത്തിയ. എന്നെ എന്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും അച്ഛൻ്റെയൊക്കെ മുമ്പിൽ നാണം കെടുത്തിയത് ഇവൾ ഒറ്റ എഴുത്തിയ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഇവളെന്ത് പഴിച്ചു? നിന്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാ നീയൊക്കെ നാണം കെട്ടത്. നിന്റെ അച്ഛനമ്മയും പിരിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന്റെയും കാരണക്കാര് അവരുടെ കയ്യിലിരിപ്പ് തന്നെയാ, അല്ലാതെ അലീനയല്ല. അലീന നിന്റെ അച്ഛന്റെ മകളാണെന്ന് നീ അറിഞ്ഞതല്ലേ? അങ്ങനെ പറയുമ്പോ നിന്റെ സഹോദരിയാണ് ഇവള്. എന്നിട്ട് നീ ഇങ്ങനെ ഇവളോട് ചെയ്യുന്നത് കുറച്ച് കടന്ന കൈയല്ലേ? ഇവള് എന്റെ സഹോദരിയോ? ഒരിക്കലും അല്ല. ഇവളും അച്ഛനും കൂടെ കെട്ടിച്ചമച്ച കഥയാ. നിങ്ങളെല്ലാം അത് വിശ്വസിച്ച പൊട്ടന്മാരും. ഞാനത് വിശ്വസിക്കില്ല. കാരണം എൻ്റെ അച്ഛന് അങ്ങനെ ഒരാളല്ല. എൻ്റെ അച്ഛന് ഇതിനു മുമ്പ് ഒരു ബന്ധം ഉണ്ടായിട്ടുമില്ല. അതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞ് എനിക്കറിയാം. ഇവളെ എൻ്റെ അച്ഛനെ വശീകരിച്ച് കൈയാക്കിയിരിക്കുക. സ്വന്തം അച്ഛൻ്റെ പ്രായമുണ്ടെങ്കിലും അയാളെ വശീകരിച്ച് കുപ്പിയിലാക്കി ഈ സ്വത്തുക്കൾ മൊത്തം അടിച്ചു മാറ്റാനാ ഇവളുടെ പണി. അനാഥാലയത്തില് ഒന്നുമില്ലാതെ ഇത്രയും കാലം വളർന്നല്ലേ. ഈ സ്വത്തുക്കളൊക്കെ കണ്ടപ്പോ ഇവളുടെ കണ്ണു മഞ്ഞളിച്ചു. അതാണ് കാര്യം എന്ന് പറയുമ്പോ അലീന പറയാണ്, രോഹി നീ പറഞ്ഞു പറഞ്ഞ് അതിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം എന്റെ സ്വന്തം അച്ഛനാ, അല്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ അങ്ങനൊന്നും ചിന്തിക്കാൻ കൂടെ പാടില്ല രോഹി. മതിയടി, നിന്റെയൊക്കെ പവിത്രത മതി. നീയൊക്കെ ശീലാവധി ചമഞ്ഞ് എത്രത്തോളം പോകുന്നൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാടി. നിന്നെപ്പോലുള്ള ഒരുപാട് അവളുമാരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി ഞങ്ങളെ പറ്റിക്കാനൊന്നും നീ കരുതണ്ട. മനു പറയാണ്, അതെ, ഒരു തെളിവും ഇല്ലാതെ ഒന്നുമില്ലാതെ ഞാൻ വിശ്വസിക്കില്ലെന്ന് നിനക്കറിയാലോ. അലീന എന്തായാലും നിന്റെ അച്ഛൻ്റെ സെറ്റപ്പ് ഒന്നും അല്ല, അത് ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഒരു കാര്യം കൂടി, അലീനയെ എന്റെ പെണ്ണാ, മനുവിന്റെ പെണ്ണ്. അലീന അപ്പോ കരഞ്ഞുകൊണ്ട് മനുവിനെ നോക്കാണ്. രോഹിയോട് പറയുന്നുണ്ട്, ഇനി മേലാൽ ഇവളുടെ ദേഹത്ത് നിന്റെ ഒരു നോട്ടെങ്കിലും പറഞ്ഞു ഞാൻ അറിഞ്ഞ കൊന്നുകളയും നിന്നെ ഞാൻ എന്ന് പറയാണ്. ഓഹോ, അപ്പോ ഇവള് മനുവേട്ടനെ വശീകരിച്ചോ? ഇവളങ്ങനെ ഇപ്പം അമ്മാവന്മാർ രണ്ടുപേരും 3 പേരും ഇവളുടെ കാൽക്കീഴിലാണല്ലോ. പഠിച്ച കള്ളിയാ ഇവള്. എല്ലാവരെയും കീഴ്പ്പെടുത്താനും വശീകരിക്കാനും ഇവള് മിടിക്കുക. അപ്പോഴേക്കും മനു അവനെ കർണക്കൂട്ട് നോക്കി ഒരൊറ്റ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അവൻ കിറങ്ങി താഴെ വീഴാണ് കേട്ടോ. വേണ്ട വേണ്ടെന്ന് കരുതുമ്പോ നിന്റെ തലേ കയറുവാണോടാ. അലീനെ പറ്റി ഒരു വാക്കെങ്കിലും പറഞ്ഞ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മനു പറയാണ്, ഇനി ആ സത്യങ്ങള് നീ അറിഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ആ സത്യങ്ങളെല്ലാം നീ അറിഞ്ഞേ പറ്റുള്ളൂ. മനുവേട്ടാ വേണ്ട, അതൊന്നും പറയണ്ട. അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ, അതിനെക്കുറിച്ചൊന്നും ആരും അറിയണ്ട. ഇല്ല അലീന, ഇനി അത് പറയാതിരുന്നാല് ശരിയാവില്ല. ഇനിയും നിന്റെ മേലുള്ള അക്രമം കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് സത്യം എന്താണെന്ന് ഇവൻ മനസ്സിലാക്കണം. അലീന പറയാണ്, വേണ്ട മനുവേട്ടാ, അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. ഓരോരുത്തർ അറിഞ്ഞറിഞ്ഞ് ഇപ്പൊ കുറെ പേരായി. അമ്മ അറിഞ്ഞുള്ള അവസ്ഥ എന്താണെന്ന് മനുവേട്ടൻ അറിയാലോ. ഇല്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് മനു രോഹിയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, നീ ഉദ്ദേശിച്ചതൊക്കെ ശരിയാ, ഇവള് നിന്റെ അച്ഛൻ്റെ മകളല്ല. അപ്പോഴേക്കും രോഹി ചിരിച്ചുകൊണ്ട് അവളെ പുച്ഛത്തോടെ ഒരു നോക്കാണ്. ഇതേ നിന്റെ അമ്മയുടെ മകളാ എന്ന് പറയുമ്പം രോഹി ഞെട്ടിലോട് കൂടിയിട്ട് മനുവിനെ നോക്കി, നിങ്ങൾ എന്താ പറയുന്നേ? മനുഷ്യനെ പൊട്ടം കളിപ്പിക്കുകയാണോ? പൊട്ടം കളിപ്പിക്കുകയല്ല, 10-23 വർഷം മുമ്പ് നടന്നൊരു കഥയാ, ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ വീട്ടിലെ ജോലിക്കാരന്റെ മകനായിരുന്നു. അന്ന് വൈദ്യന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം നിന്റെ വീട്ടുകാരൊക്കെ കുറെ ബഹളമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നിന്റെ അച്ഛൻ ഇവിടെ നാട് വിട്ടുപോയി ദുബായിലേക്ക് പോയി ജോലി നോക്കാൻ തുടങ്ങി. ആ സമയത്ത് നിന്റെ അമ്മ പഠിക്കാനായിട്ട് ആഗ്രയിലേക്ക് പോയി. ആ കഥ നിനക്കറിയോ എന്ന് ചോദിക്കാണ്. അന്ന് നിന്റെ മൂത്ത അമ്മാവന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവിടുത്തെ പട്ടാളക്കാരനായിരുന്നു. അയാളുമായിട്ട് നിന്റെ അമ്മ സ്നേഹത്തിലാവുകയും അവിടെ ലിവിങ് ടു ദ റിലേഷൻഷിപ്പിലാവുകയും ചെയ്തു. അവിടെ വെച്ച് 8 മാസം ഗർഭിണിയായ നിന്റെ അമ്മയെ ഉപേക്ഷിച്ച് ആ സ്റ്റാൻലി എന്ന് പറഞ്ഞ ആള് കടന്നു കളഞ്ഞു. അയാള് നിന്റെ അമ്മയെ പറ്റിക്കായിരുന്നു. പിന്നെ നിന്റെ അമ്മാവന്മാരും നിന്റെ മുത്തശ്ശനൊക്കെ കൂടിയിട്ട് നിന്റെ അമ്മയെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് നിന്റെ അമ്മേനെ അച്ഛനും അമ്മാവന്മാരും കൂടി ബന്ധുക്കളും നാട്ടുകാരും ആരും അറിയാതെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഡെലിവറി നടത്തി. അന്ന് ജനിച്ചതേ ഒരു പെങ്കൊച്ചായിരുന്നു. പക്ഷേ നിന്റെ രാമുണ്ണിയാരും നിന്റെ മുത്തശ്ശനൊക്കെ കൂടിയിട്ടേ ആ കുഞ്ഞ് മരിച്ചു പോയെന്നാ നിന്റെ അമ്മയോട് പറഞ്ഞത്.
നിന്റെ അമ്മയോട് മാത്രമല്ല നിന്റെ മുത്തശ്ശിയോടും നിന്റെ അമ്മാവന്മാരോടും ബാക്കി എല്ലാവരോടും ആ കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞു. അതിനുശേഷം കഴക്കൂട്ടത്തുള്ള സ്നേഹനികേതം എന്ന അനാഥാലയത്തില് പ്രജിത്താമമ്മി എന്ന് അലീന പറഞ്ഞൊരാളെ കുറിച്ച് നീ കേട്ടുണ്ടോ? അവരുടെ കയ്യില് ഈ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തു, അലീന എന്ന് പറഞ്ഞ കുഞ്ഞിനെ. അവിടുന്ന് അവള് വളർന്നു. ഈ സമയം ഇതൊന്നും അറിയാതെ നിന്റെ അമ്മ കുറെ കാലം ഡിപ്രഷനിലായിരുന്നു. അപ്പോഴാണ് നിന്റെ അച്ഛൻ ഇഷ്ടംപോലെ സമ്പാദിച്ച് കൊല്ലപ്പള്ളിക്കാരോടുള്ള വാശിക്ക് സമ്പാദിച്ചുകൊണ്ട് അവിടെ വന്ന് അന്തസ്സായി പെണ്ണി ചോദിച്ചത്. തന്റെ മകൾക്ക് ഒരു തെറ്റുപറ്റിയിരിക്കുകയാണല്ലോ, അത് പുറലോകം അറിഞ്ഞാല് അവളുടെ ജീവിതത്തെ ബാധിക്കും. അതേസമയം അവളെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് തന്നെക്കാളിലും അന്തസ്സോടുകൂടി വന്ന ബാലേന്ദ്രനെ മടക്കി അയക്കാനൊന്നും നിന്റെ വീട്ടുകാർ തയ്യാറായില്ല. അങ്ങനെ കൊല്ലപ്പള്ളിക്കാര് ആ ബന്ധം സമ്മതം മൂളി. സമ്മതിക്കാതിരുന്ന വൈജിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയും വഴക്കു പറഞ്ഞും ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തൊക്കെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ കൂടിയിട്ട് ആ കല്യാണം അങ്ങ് നടത്തി. അങ്ങനെയാ നിന്റെ അച്ഛനമ്മ ഒന്നിക്കുന്നത്. ഇപ്പോ കഥ നിനക്ക് മനസ്സിലായോ? നിന്റെ അമ്മ കല്യാണത്തിന് മുമ്പേ ഒന്ന് പ്രസവിച്ച കുട്ടിയാ ഈ നിൽക്കുന്ന അലീന. പക്ഷേ ഈ സംഭവം നിന്റെ അമ്മയ്ക്ക് അറിയില്ല. അതായത് അലീന നിന്റെ അമ്മയുടെ മകളാണെന്ന്. മകളെ ജീവനുണ്ടെന്ന് പോലും നിന്റെ അമ്മയ്ക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അത് മാത്രല്ല, നിന്റെ അച്ഛനാണെങ്കിലോ ഈ സത്യങ്ങളെല്ലാം അറിയാം. വൈജ തന്നെ ചതിച്ച് 23 വർഷങ്ങൾക്ക് മുമ്പ് പ്രസവിച്ചെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും ആ കുട്ടി അലീനയാണെന്നും ഒക്കെ നിന്റെ അച്ഛൻ മനസ്സിലാക്കി. പിന്നെ ഈ സത്യങ്ങൾ അറിയാവുന്ന വേറെ കുറച്ച് പേരുടെ ഉണ്ട്. നിന്റെ 3 അമ്മാവന്മാര്, ഞാന്, കൃഷ്ണമോള്. അതുകൊണ്ടാ കൃഷ്ണമോളിപ്പോ അലീനെ സ്നേഹിച്ച് അവരുടെ കൂടെ കൂടിയത്. ഞാനും. പിന്നെ നിന്റെ അമ്മാവന്മാര് ഇവളെ കടത്തിക്കൊണ്ടുപോയ കാര്യമൊക്കെ നിനക്ക് അറിയാലോ. കിഡ്നാപ്പ് ചെയ്ത അന്നേ ദിവസമാണ് നിന്റെ വലിയമ്മാവൻ വന്ന് അവരോട് സത്യങ്ങളെല്ലാം പറഞ്ഞത്. സ്വന്തം പെങ്ങളുടെ കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ അവരും ഇവളുടെ വഴിക്ക് വരികയായിരുന്നു. നിന്റെ അച്ഛൻ ഈ നാടകമെല്ലാം കളിച്ച് അയാളുടെ മകളാണെന്ന് പറഞ്ഞ് നിൽക്കുന്നതേ നിന്റെ അമ്മയോടുള്ള ദേഷ്യം തീർക്കാനാ. ഇത്രയും വർഷം കൂടെ ജീവിച്ചിട്ട് തന്നെ ചതിക്കുകയാണെന്നറിഞ്ഞ് ആ അച്ഛന്റെ ദേഷ്യം തീർക്കുക, ഭർത്താവിന്റെ ദേഷ്യം തീർക്കുക നിന്റെ അച്ഛൻ. ഇപ്പൊ മനസ്സിലായോ നീ ഈ റേപ്പ് ചെയ്യാനും ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നത് നിന്റെ സ്വന്തം ചേച്ചിയാണെന്ന്? രോഹി അപ്പോ കരഞ്ഞുകൊണ്ട് മനുവോട് ചോദിക്കാണ്, മനുവേട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണോ? ഞാൻ പറഞ്ഞതെല്ലാം 100 വട്ടം സത്യമാണ്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ കൃഷ്ണമോള് നിന്റെ അമ്മാമാരുടെ ആളൊന്ന് ചോദിച്ചു നോക്കിക്കോ. പിന്നെ മുത്തശ്ശിക്ക് ഒരു കാര്യം അറിയാം, ബാലേന്ദ്രനങ്ങള് വൈജാന്റി പണ്ടെന്ന് പ്രസവിച്ചതാണെന്ന് അറിയാന്ന്. പക്ഷേ അലീന മകളാണെന്നുള്ള കാര്യം മുത്തശ്ശിക്ക് അറിയില്ല, മറ്റാൾക്ക് തന്നെ അറിയില്ല. പിന്നെ നിന്റെ അമ്മ അറിഞ്ഞാല് ഇവിടെ ഒരു ഭൂകമ്പമായിരിക്കും നടക്കാൻ പോവുക. നിന്റെ അമ്മ അങ്ങനെ സത്യം അറിഞ്ഞാല് ബാലേന്ദ്രനങ്ങളുടെ മുമ്പില് ഇത്രയും കാലം തയ്യാറെപ്പോഴി അഹങ്കരിച്ച് നടന്നല്ലേ, അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഒരുക്കി ഇല്ലാതാകുമ്പോ ഒരുപക്ഷെ അവർ ആത്മഹത്യയിലേക്ക് പോയേക്കാം. അതുകൊണ്ടാ ആരും ഇപ്പോ ഒന്നും പറയാത്തത്. നീ ഇനിയെങ്കിലും അറിയണം. കാരണം ഹാരിയുടെ കൊടും ചതിന്ന് നീ ഇനിയെങ്കിലും ഒന്ന് മുക്തനാവണം. നിന്റെ പെങ്ങളെ നീ വേണം നോക്കാനായിട്ട്. നിനക്ക് 3 സഹോദരിമാരാ. 3 സഹോദരിമാർക്ക് ഒറ്റ ആങ്ങളെയാണ് നീ. അവരെ 3 പേരെ നോക്കേണ്ടത് നിന്റെ ചുമതലയാണ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് രോഹി ആകെപ്പാടെ ഒന്ന് സ്തബ്ധനായി നിൽക്കാണ്. അലീനെ നോക്കിക്കൊണ്ട് ചോദിക്കാണ്, നിങ്ങള് എന്റെ ചേച്ചിയാണോ? അപ്പൊ അലീന പറയാണ്, അതേടാ, ഞാൻ നിന്റെ ചേച്ചിയാ. ആ തവണ നീനോട് അങ്ങനെ മിസ്ബിഹേവ് ചെയ്തപ്പോ എനിക്ക് എന്നെ തന്നെ നശിപ്പിക്കാനാ തോന്നിയത്. സ്വന്തം അനിയന് ഇങ്ങനെ കാണിച്ചാല് ആർക്കെങ്കിലും സഹിക്കാനാവോ? അപ്പോഴേക്കും പെട്ടെന്ന് രോഹി അവളുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുന്നുണ്ട്. രോഹി എഴുന്നേക്ക്. ഇല്ല ചേച്ചി, എനിക്ക് സഹിക്കാനാവുന്നില്ല. എന്റെ സ്വന്തം കൂടപ്പിറപ്പിനോടാണല്ലോ ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ തോന്നുക. എന്റെ സ്വന്തം ചേച്ചിയല്ലേ, അതുപോലും ഞാൻ ഓർത്തില്ലല്ലോ. എന്റെ രക്തമല്ലേ എന്നൊക്കെ പറഞ്ഞ് കാലെ കെട്ടിപ്പിടിച്ച് കരയാണ്. മനു രോഹിത്തെ എഴുന്നേക്കടാന്നും പറഞ്ഞ് പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും രോഹി ചോദിക്കാണ്, ചേച്ചി ഞാനിന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പം അതിനെന്താടാ എന്ന് ചോദിക്കുമ്പോഴേക്കും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് കൈകൂപ്പി പറയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല. ഹരി ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ പിരികെറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പോലും അവൻ വിളിച്ചു പറഞ്ഞതാ, കുടുംബം തകരാൻ കാരണക്കാരി ചേച്ചിയാണെന്നും അതുകൊണ്ട് ചേച്ചിയെ കൊന്നുകളാം അല്ലെങ്കിൽ ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാതാക്കാൻ പറഞ്ഞ് അവൻ എന്നെ കയറ്റിയതാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. അവനാ എന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ മനു പറയാണ്, അവനാണെന്നൊക്കെ എനിക്കറിയാം. അവനിട്ടുള്ളത് ഞാൻ കൊടുത്തോളാം. നിനക്കിപ്പോ സത്യങ്ങൾ മനസ്സിലായല്ലോ. പക്ഷെ ഒരിക്കലും നീ ഇത് അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്. അച്ഛന്റെയോ അമ്മയുടെയോ ആരുടെ മുമ്പിൽ ഭാവിക്കണ്ട. അതാ നിങ്ങളുടെ കുടുംബജീവിതത്തിന് നല്ലത്.
എങ്ങനെയെങ്കിലും അച്ഛനും അമ്മയെ ഒന്നിപ്പിക്കാൻ നീ കൂടെ ശ്രമിക്കണം. ബബിത മാത്രമാണിപ്പോൾ വഴിതെറ്റി പോകുന്നത്. നിനക്കറിയാലോ, ബബിതയുടെ കാര്യത്തിൽ എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. ഒരാങ്ങളെന്ന സ്ഥാനത്ത് നിന്ന് നീ വേണം അവളുടെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട്. ഞാൻ നോക്കിക്കോളാം മനുവേട്ടാ. എന്തായാലും ഇപ്പം എനിക്കെല്ലാം മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഒരിക്കലും ഞാൻ ചേച്ചി ഉപദ്രവിക്കില്ല, ആരെ ഉപദ്രവിക്കാൻ സമ്മതിക്കത്തുമില്ല. ഇത്രയും കാലം അച്ഛൻ്റെ മോളെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. ഞാനും ചേച്ചി തെറ്റിദ്ധരിച്ചു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയുടെ മകള് തന്നെയാണെന്ന്. ഇനി ഒരിക്കലും ഞാൻ ഒരു തെറ്റും ചെയ്യില്ല ചേച്ചി എന്ന് പറഞ്ഞ് കയ്യിൽ പിടിക്കുകയാണ്. എനിക്കറിയാടാ, നീ എന്നെക്കാളും 1-2 വയസ്സ് ഏപ്പേ ഉള്ളൂ. എന്തായാലും ഇപ്പം നീ അംഗീകരിച്ചല്ലോ തന്നെ, എനിക്കത് മാത്രം മതി. കയ്യില് ഒടിവുണ്ടോ ചേച്ചി? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. കൈക്കെന്തോ പ്രശ്നമുണ്ട്, ഫ്രാക്ചർ ആണെന്ന് തോന്നുന്നു. മനു പറയാണ്, ബാ ഞാൻ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ മനു രോഹിത്തോടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങാണ്. കൃത്യം ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ കയറി വരുന്നുണ്ട്. അലീനെ കണ്ടപാടെ, അയ്യോ അലീന, നിനക്ക് എന്താ പറ്റിയത്? ഇതെന്താ പറ്റിയേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും രോഹി പെട്ടെന്ന് പറയുന്നുണ്ട്, അത് പിന്നെ അടുക്കളയില് ഗ്ലാസ് പൊട്ടിയപ്പോ ചേച്ചി തെന്നി വീണു. ചേച്ചിയോ? അല്ല അല്ല അലീന തെന്നി വീണു എന്ന് രോഹി വെപ്രാളം പിടിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മനുവിന് മനസ്സിലാകുന്നുണ്ട്, അച്ഛനറിഞ്ഞാല് വഴക്ക് പറഞ്ഞ് പേടിച്ച് അവൻ കള്ളം പറയാണ്. അതെ അങ്കിളെ, ഞാൻ ഇതുവരെ വന്നപ്പോൾ ഇങ്ങനെ അപകടം പറ്റിയെന്ന് അല്ല പറഞ്ഞിട്ട് കയറിയതാ. ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ കുപ്പ ഗ്ലാസ് പൊട്ടിയിട്ട് വെള്ളം വീണ് അല്ല തെന്നി വീഴായിരുന്നു. തല പോയി കബോർഡിലിടിച്ചു. കൈക്കും പൊട്ടലാണെന്ന് തോന്നുന്നു. അയ്യോ എങ്കിൽ വാ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. അല്ല രോഹിത്തെ, നിനക്കിന്ന് കോളേജിൽ പോകണ്ടായിരുന്നോ? എനിക്ക് സുഖമില്ലാന്ന് വെച്ചാ അതുകൊണ്ട് ഞാനിന്ന് പോയില്ല. രോഹിത്തിനെയും മനുവിനെയും അലീനെയും സംശയത്തോടെ നോക്കിയിട്ട് ബാ എന്നാ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. ഇതിന്റെ ബാക്കി സ്റ്റോറി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇടാട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.